الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى وصلى الله وسلم على سيدنا محمد وعلى آله وأصحابه ومن اهتدى بهديه وجاهد في سبيله إلى يوم الدين أيها الناس أوصيكم عباد الله بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും ഭയന്നുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ സുപ്രധാനമായ ചില അധ്യായങ്ങളാണ് ഏതാനും ആഴ്ചകളായി നാം വിശദീകരിച്ച് വരുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്യമായ ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ചപ്പോൾ രൂക്ഷമായ എതിർപ്പുകൾ നേരിടേണ്ടി വന്നുവെന്നും സഹാബിമാരിൽ വളരെ പേർ കഠിനമായ പീഡനങ്ങൾക്ക് വിധേയരായി എന്നും കഴിഞ്ഞ ആഴ്ചയിലെ ഖുത്ബയിൽ നാം വിശദീകരിക്കുകയുണ്ടായി. ഏറ്റവുമേറെ പ്രയാസവും പീഡനവും അനുഭവിച്ചത് ഏതെങ്കിലും ഒരു പ്രത്യേക ഗോത്രത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള കുടുംബങ്ങളുടെയോ സംരക്ഷണം കിട്ടാത്ത രീതിയിലുള്ള പാവപ്പെട്ടവരും അതുപോലെ സമൂഹത്തിലെ സ്ഥാനപദവികൾ ഇല്ലാത്തവരുമായ വിഭാഗമായിരുന്നു എന്നും ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഒരു വശത്ത് കഠിനമായ പീഡനങ്ങൾ നടന്നുകൊണ്ടിരിക്കെ ഇത് വീണ്ടും വീണ്ടും ആളുകളെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആളുകൾ അതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും രൂപത്തിൽ ഇത് അവസാനിപ്പിക്കുകയും അങ്ങനെ ഈ ആപത്തിനെ നാട്ടിൽ നിന്ന് നീക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന ഒരു തീരുമാനത്തിലാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ എത്തിച്ചേരുന്നത്. പ്രത്യേകിച്ചും ഖുറൈശി ഗോത്രം, അവരാണല്ലോ മക്കയിലെ ഏറ്റവും മുഖ്യമായ വിഭാഗം. അവര് അതിനു വേണ്ടിയിട്ടുള്ള ആസൂത്രണങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു വശത്ത് ഇങ്ങനെ പീഡനങ്ങളിലൂടെയും മർദ്ദനങ്ങളിലൂടെയും ഒക്കെ വിശ്വസിച്ചവരായ ആളുകളെ പിന്തിരിപ്പിക്കാനും പുതുതായി ആരെങ്കിലും ഇതിലേക്ക് വന്നു ചേരുന്നതിനെ തടയാനുമുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കെ, മറുവശത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ചില നീക്കുപോക്കുകളെ സംബന്ധിച്ചുള്ള സംസാരങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് നബിയുടെ നിലപാടിൽ ഒരു അയവ് ഉണ്ടാക്കിയെടുക്കുക, അവരെയും അവരുടെ വിശ്വാസങ്ങളെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന, അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ജീവിത രീതിയെ സംബന്ധിച്ചും ഒരു ആദർശത്തെ സംബന്ധിച്ചുമൊക്കെയുള്ള ഈ പ്രബോധനത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ പിന്തിരിപ്പിക്കാൻ സാധിക്കും, ഇതിനൊക്കെയുള്ള ചില സന്ധി സംഭാഷണങ്ങൾ എന്ന രൂപത്തിൽ വിശേഷിപ്പിക്കാവുന്ന നടപടിക്രമങ്ങളും ഒരു വശത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് അവരുടെ പ്രമാണിമാരായ പല ആളുകളും വന്നുകൊണ്ട്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില ഉപാധികളോട് കൂടിയിട്ട് തന്റെ പ്രവർത്തനങ്ങളെ ഒന്നുകിൽ അത് മന്ദീഭവിപ്പിക്കുവാനോ അല്ലെങ്കിൽ ഞങ്ങളെയും കൂടി ഉൾക്കൊള്ളുന്ന രീതിയിൽ ഞങ്ങളുടെ വിശ്വാസങ്ങളെയും ഞങ്ങളുടെ ചിന്താഗതികളെയും ഒക്കെ തള്ളിക്കളയാത്ത രീതിയിലുള്ള ഒരു സമീപനം സ്വീകരിക്കണം എന്നൊക്കെയുള്ള രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നത്. ആ ചർച്ചകളുടെ ഭാഗമായി പല ആളുകളും പല സന്ദർഭങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിക്കുകയും തിരുമേനിയുടെ മുന്നിൽ പലതരത്തിലുള്ള നിർദ്ദേശങ്ങളും അവര് ബോധിപ്പിക്കുകയുമൊക്കെ ഉണ്ടായി. ഒരിക്കൽ അസ്വദ് ബിൻ അബ്ദുൽ മുത്തലിബ്, അതുപോലെ വലീദ് ബിൻ മുഗീറ, ഉമയ്യത്ത് ബിൻ ഖലഫ്, ആസ് ബിൻ വായിൽ പോലെയുള്ള പ്രധാനികളായ 4 ആളുകൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. അവർ നബിയോട് പറഞ്ഞു, നമ്മളിപ്പോൾ ഏതായിരുന്നാലും വലിയ ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. നാട്ടിൽ ഇത് മുഖേന വലിയ ഒരു കുഴപ്പം ഉണ്ടായിരിക്കുന്നു. ആ കുഴപ്പം എല്ലാ വീടാന്തരം ഇങ്ങനെ പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഒരു അവസ്ഥ തുടരുന്നത് നമുക്കെല്ലാവർക്കും ദോഷകരമായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചില നീക്കുപോക്കുകൾ നടത്താൻ സാധിക്കുമോ? അങ്ങനെ നടത്തിയാൽ തീർച്ചയായും തന്നെ ഈ അപകടത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ആ രൂപത്തിൽ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നുകൊണ്ട് പറഞ്ഞത്, അത് ഞങ്ങൾക്ക് പറയാനുള്ള ചില നിർദ്ദേശങ്ങൾ, അഥവാ ഞങ്ങളുടെ ദൈവങ്ങളെയും ഞങ്ങളുടെ ആരാധ്യന്മാരെയും ഒക്കെ നീയും കൂടി അംഗീകരിക്കുകയും അങ്ങനെ ഇവർക്കുകൂടി ഇബാദത്തുകൾ ചെയ്യുന്നത് വിരോധമില്ല എന്ന ഒരു നിലപാടിലേക്ക് നീയും വരികയും ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ ദൈവങ്ങളെയും നീ ഇബാദത്തെടുക്കുകയോ പൂജിക്കുകയോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. അതിന് പകരമായി ഞങ്ങൾ നിന്റെ അല്ലാഹയെയും ഇബാദത്ത് ചെയ്യുന്ന ഒരു രീതി സ്വീകരിക്കാം. ഞങ്ങൾക്ക് ഏതായിരുന്നാലും ഒരുപാട് ദൈവങ്ങളുണ്ടല്ലോ. അപ്പൊ ആ ദൈവങ്ങളുടെ കൂട്ടത്തിൽ നീ ആരാധിക്കുന്ന നിന്റെ ദൈവത്തെ ഞങ്ങൾ ഉൾക്കൊള്ളാം. അപ്പോൾ ഞങ്ങളുടെ ദൈവങ്ങൾ, ആ ദൈവങ്ങൾക്ക് വല്ല പുണ്യവുമുണ്ട്, അതിൽ വല്ല ഗുണവുമുണ്ട് എങ്കിൽ ആ ഗുണം നിനക്കും കിട്ടും. നിന്റെ ദൈവത്തില് വല്ല ഗുണവും പുണ്യവുമുണ്ട് എങ്കിൽ അത് ഞങ്ങൾക്കും കിട്ടും. അപ്പൊ ഈ രൂപത്തിലുള്ള ഒരു കോംപ്രമൈസ് നടത്താൻ നീ സന്നദ്ധനാവുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും, ഒരുപാട് ആപത്തുകളിൽ നിന്ന് നമുക്ക് കരകയറാൻ സാധിക്കും എന്നൊക്കെയുള്ള ചില നിലപാടുകൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വിശദീകരിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഈ നിർദ്ദേശം അത് അംഗീകരിക്കുക സാധ്യമല്ല എന്ന് മാത്രമല്ല, തന്റെ നിലപാട് വളരെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുകയും ചെയ്യേണ്ടിയിരുന്നു. ആ നിലപാടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കാഫിറൂൻ എന്ന് പറയുന്ന അധ്യായത്തിൽ വെളിപ്പെടുത്തിയത്. അതാണ് നമ്മൾ ആദ്യമായി ഖുത്ബയുടെ തുടക്കത്തിൽ കേൾക്കുകയും ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരുടെ ഈ നിർദ്ദേശം കിട്ടിയ പാടെ, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം പൊന്തി വന്നതോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. ഞാനും നിങ്ങളും ഒത്തുപോവാൻ സാധ്യതയില്ല. ഇങ്ങനെ ശിർക്കും അതുപോലെ തന്നെ തൗഹീദും അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് എന്ന് പറയുന്നത് ബുദ്ധിശൂന്യമാണ്. ഞാൻ നിയോഗിക്കപ്പെട്ടത് തന്നെ ഈ ശിർക്കിനെ തകർക്കാനാണ്. അപ്പോ അതുകൊണ്ട് ദൈവനിഷേധികളായ അല്ലെങ്കിൽ സത്യനിഷേധികളായ ആളുകളെ, നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതിനെ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ സാധ്യമല്ല. നിങ്ങൾ ശിർക്കിന്റെ ആളുകളാണ്. നിങ്ങൾക്കാണെങ്കിൽ ഈ ഏകദൈവത്വത്തിന്റെ തൗഹീദിന്റെ ആത്മാവിനെ ഉൾക്കൊള്ളാനും സാധ്യമല്ല. അത് വളരെ ശങ്കയില്ലാത്ത വിധം ആവർത്തിച്ചും വളരെ കണിശമായും പ്രഖ്യാപിക്കുന്ന ഒരു സൂറത്തായിട്ടാണ് ഈ സൂറത്തുൽ കാഫിറൂനെ നമുക്ക് കാണാൻ സാധിക്കുക. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു. നിങ്ങൾ
ഇബാദത്ത് ചെയ്യുന്നതിനെ ഞാൻ ഇബാദത്ത് ചെയ്യുകയില്ല, ഞാൻ ഇബാദത്ത് ചെയ്യുന്നതിനെ നിങ്ങളും ഇബാദത്ത് ചെയ്യാൻ പോകുന്നില്ല. വലാന ആബിദും മാ അബത്തും വലാന്തും ആബിദൂന മാ അബുദ്. വീണ്ടും അത് ആവർത്തിക്കുകയാണ്. നിങ്ങൾ ആരാധിച്ചു വന്ന, ഇതുവരെയും ആരാധിച്ചു വന്ന നിങ്ങളുടെ ഈ ദൈവങ്ങളെ ഒരിക്കലും തന്നെ ഞാൻ സ്വീകരിക്കുന്ന പ്രശ്നമില്ല. അതുപോലെ തന്നെയാണ് നിങ്ങളുടെയും അവസ്ഥ. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്ക് എന്റെ ദീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ട് ദീനുകളും ഒരിക്കലും ഏറ്റുമുട്ടാത്ത രീതിയിൽ രണ്ട് പരസ്പര ദൂരം അകലം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രണ്ടെണ്ണമാണ്. അതിനെ കൂട്ടിച്ചേർക്കാൻ സാധ്യമല്ല. സമദൂര സിദ്ധാന്തം എന്ന് പറയുന്നത് പോലെയുള്ള രണ്ട് ചിന്താഗതികളാണ് ഇവ രണ്ടും. അത് എവിടെയും പോയി കൂട്ടിമുട്ടുന്ന അല്ലെങ്കിൽ ഒന്നാകുന്ന ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ ഈ തൗഹീദിലേക്ക് വരിക, ആ തൗഹീദിന്റെ ആളുകളായിട്ട് മാറുക എന്നല്ലാതെ കണ്ട് ഈ തൗഹീദും ശിർക്കും കൂടി ഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് ഒരിക്കലും തന്നെ ഉണ്ടാവുകയില്ല എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കോട് വ്യക്തമാക്കി കൊടുക്കുന്നു. അപ്പൊ തന്റെ നിലപാട് വിശദീകരിക്കുകയാണ്. ആ നിലപാടിൽ ഒരിക്കലും തന്നെ ഒരു സംശയമില്ല. അവിടെ ഒരു തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്നദ്ധനുമല്ല. അപ്പൊ അതുകൊണ്ട് തന്റെ ഈ നിലപാടിൽ ഇനി ഒരു മാറ്റം ഉണ്ടാകും, എന്നെ എങ്ങനെയെങ്കിലും ആകർഷിച്ചുകൊണ്ട് കുറേ കൂടി മയപ്പെടുത്താം, ആ രൂപത്തിൽ ഞങ്ങളുടെ ശിർക്കുമായിക്കൊണ്ട് തന്നെ ഇദ്ദേഹവുമായിട്ട് ഞങ്ങൾക്ക് രാജിയായി പോകാൻ സാധിക്കും, ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊന്നും തന്നെ നിങ്ങൾക്ക് ആവശ്യമില്ല. ഇത് രണ്ടും ഒരിക്കലും യോജിച്ചു പോവാത്ത ഒന്നാണ്. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഘടകവിരുദ്ധമായ ഒരു ചിന്താഗതിയുടെയും ഒരു ദീനിന്റെയും ആളാണ്. ഈ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഈ ദീനിലുള്ള വിട്ടുവീഴ്ച ആവശ്യപ്പെടുന്ന എല്ലാ നിലപാടുകളുടെ നേരെയും വളരെ കർശനമായ, വളരെ ഉറച്ചു നിൽക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ അങ്ങനെ പീഡനവും മർദ്ദനവും ആ രൂപത്തിലുള്ള മുസ്ലിമീങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടുകളും ഒരു വശത്ത് തുടരുന്നതോടൊപ്പം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇങ്ങനെ ഒരു അനുരഞ്ജനത്തിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രലോഭനത്തിലൂടെയോ ഒക്കെ അടുപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ള മറ്റൊരു നിലപാട് കൂടി മറുവശത്ത് അവരുടെ നേതൃത്വം സ്വീകരിക്കുന്നത് ഈ സംഭവങ്ങളിൽ നമുക്ക് കാണാം. അതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് നാം ഇവിടെ പറഞ്ഞത്. അതോടൊപ്പം തന്നെ മൂന്നാമതായി അവർ ചെയ്ത വേറെ ഒരു രീതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറുപടി പറയാൻ പ്രയാസം ഉണ്ടാകും എന്ന് തോന്നുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നബിയെ കുഴക്കാനുള്ള ശ്രമങ്ങളായിരുന്നു അവർ നടത്തിയിരുന്നത്. ഇത്തരത്തിലുള്ള ശ്രമങ്ങൾക്ക് അവർ സഹായം തേടിയിരുന്നത് മദീനയിലെ ജൂതന്മാരോടുമായിരുന്നു. മദീനയിലെ ജൂതന്മാർ എന്ന് പറഞ്ഞാൽ അവരെ വിദ്യാഭ്യാസമുള്ളവരും വേദങ്ങൾ അറിയുന്നവരും പണ്ഡിതന്മാരുമാണ് എന്നൊക്കെയാണ് വപ്പ്. അവരെ സംബന്ധിച്ചിടത്തോളം അഹ്ലി കിതാബ് എന്നാണ് സാധാരണഗതിയിൽ തന്നെ അറബികൾ വിശേഷിപ്പിക്കുക, വേദത്തിന്റെ ആളുകൾ. ഈ മുശ്രിക്കുകളും അതുപോലെ മറ്റ് തരത്തിലുള്ള ഗോത്രങ്ങളുമൊക്കെ അവരെ അക്ഷരാഭ്യാസമില്ലാത്ത ഉമ്മീയ് എന്നുള്ള രൂപത്തിലാണ് അവർ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസമുള്ളവരും സാംസ്കാരികമായ ഉയർന്ന നിലവാരത്തിലുള്ളവരുമായ ജൂതന്മാരുടെ പിന്തുണയോടുകൂടി ഇവരും അവരും തമ്മിൽ വളരെ അടുത്ത ബന്ധങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് മദീനയിൽ പോവുകയും അവരെ പോയി കാണുകയും അവരോട് ആശയവിനിമയങ്ങൾ നടത്തുകയും അവരുടെ ചില ആളുകൾ പലപ്പോഴും തന്നെ ഇവിടെ വരികയും ഒക്കെ ചെയ്യുന്ന ഒരു തരത്തിലുള്ള ബന്ധങ്ങൾ അവർ തമ്മിലുണ്ടായിരുന്നു. അങ്ങനെ അവരെ പോയി കണ്ടുകൊണ്ട് എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിടേണ്ടത്, ഏത് രൂപത്തിലാണ് പ്രവാചകനോട് പെരുമാറേണ്ടത്, ഇതിനെ സംബന്ധിച്ചൊക്കെ അവർ ചില ആസൂത്രണങ്ങളും ചില രീതികളുമൊക്കെ കണ്ടുവച്ചിട്ടും ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവരുടെ ഭാഗത്തു നിന്ന് ഉന്നയിക്കപ്പെടുന്ന, അവരുടെ സഹായത്തോടുകൂടി ഉന്നയിക്കപ്പെടുന്ന ചോദ്യങ്ങൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഉന്നയിക്കുക എന്നുള്ളതും അവർ ഒരു ശീലമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ചോദ്യങ്ങളുടെ ഉദാഹരണങ്ങളാണ് നമുക്ക് സൂറത്തുൽ കഹ്ഫിൽ കാണാൻ സാധിക്കുന്നത്. സാധാരണഗതിയിൽ അറബികൾക്കൊന്നും അറിയാത്തതും അറേബ്യയിലെ
ഈ അന്നത്തെ സമൂഹത്തിന് അജ്ഞാതവുമായ വിഷയങ്ങളെ സംബന്ധിച്ച് ജൂതന്മാർക്ക് അവരുടെ മതഗ്രന്ഥങ്ങളുടെയോ അല്ലെങ്കിൽ അവരുടെ വേദഗ്രന്ഥങ്ങളുടെയോ ഒക്കെ അടിസ്ഥാനത്തിൽ അവർക്ക് മാത്രം അറിയുന്ന ചില വിഷയങ്ങൾ, ആ വിഷയങ്ങൾ എടുത്തുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുക. അങ്ങനെ റസൂൽ അതിന് മറുപടി പറയുന്നുണ്ടോ ഇല്ലേ എന്ന് അദ്ദേഹത്തെ പരീക്ഷിക്കുക. ഇതായിരുന്നു അവർ സ്വീകരിച്ചിരുന്ന ഒരു രീതി. ഇങ്ങനെയാണ് അവർ ഒരു സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അസ്ഹാബുൽ കഹ്ഫിനെ സംബന്ധിച്ച് ചോദിക്കുന്നു. അതുപോലെ തന്നെ ദുൽഖർനൈൻ എന്ന് പറഞ്ഞാൽ ആരാണ്, എന്താണ്, അതിനെ സംബന്ധിച്ച് ചോദിക്കുന്നു. അതുപോലെ റൂഹിനെ സംബന്ധിച്ച് ചോദിക്കുന്നു. റൂഹ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ യാഥാർത്ഥ്യം എന്താണ്, ഇത്തരം കാര്യങ്ങൾ അവർ ചോദിക്കുന്നു. അപ്പൊ സ്വാഭാവികമായും അന്ന് ആ മക്കയുടെ ചുറ്റുപാടിൽ ആർക്കും അറിയാത്തതും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറ്റാരിൽ നിന്നും തന്നെ പഠിക്കാനുള്ള സാധ്യതയില്ലാത്തതുമായ ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് അവർ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംശയങ്ങൾ ഉന്നയിക്കുകയോ ചോദ്യങ്ങൾ ഉന്നയിക്കുകയോ ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ അതിന്റെ വിശദമായ വിശദീകരണം അവരുടെ എല്ലാ ലക്ഷ്യങ്ങളെയും പരാജയപ്പെടുത്തുന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള വഹയിന്റെ അടിസ്ഥാനത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കേൾപ്പിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഖുർആൻ നമുക്ക് കാണാം. നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യ ഭാഗത്ത് ദീർഘമായ ആയത്തുകൾ ഈ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രത്തെ വിശദീകരിച്ചുകൊണ്ടുള്ളതാണ്. ആരാണ് അവർ എന്നും ഏത് രൂപത്തിലുള്ളവരായിരുന്നു, അവരുടെ പശ്ചാത്തലം എന്താണ്, എന്തിനു വേണ്ടിയായിരുന്നു അവർ നിലകൊള്ളുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷ്മമായി ആ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ വയസ്അലൂനക അനിൽ ഖർനൈൻ ഖുൽ സഅത്ലു അലൈക്കും മിൻഹു ദിക്റാ ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർളി വആതൈനാഹു മിൻ കുല്ലി ഷൈഇൻ സബബ എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തുൽ കഹ്ഫിൽ തന്നെ ദുൽഖർനൈനിനെ സംബന്ധിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. ആ ദുൽഖർനൈനി ആരാണ്, അദ്ദേഹത്തിന്റെ ചെയ്തികൾ എന്താണ്, അദ്ദേഹത്തിന്റെ നിലപാടുകൾ എന്തായിരുന്നു, ഏതെല്ലാം ജനവിഭാഗങ്ങളുമായിട്ടാണ് അദ്ദേഹം സംവദിച്ചത്, ആരെയെല്ലാമാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത്, ഇത്തരത്തിലുള്ള വിശദാംശങ്ങളൊക്കെ അള്ളാഹുവിങ്കിൽ നിന്നുള്ള വഹയിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ ഖുർആൻ അവരെ ഓതി കേൾപ്പിക്കുന്നു. അതുപോലെ തന്നെയാണ് റൂഹിനെ യസ്അലൂനക അനി റൂഹി ഖുൽ റൂഹു മിൻ അംരി റബ്ബി, അവർ നിന്നോട് ചോദിക്കുന്നു റൂഹിനെ സംബന്ധിച്ചിടത്തോളം. ആ റൂഹിന്റെ യാഥാർത്ഥ്യം അത് നിങ്ങൾക്ക് വിശദീകരിച്ച് തരാൻ പറ്റുകയില്ല, അത് നിങ്ങൾക്ക് മനസ്സിലാവുകയുമില്ല. അത് എന്റെ രക്ഷിതാവിന്റെ അജ്ഞാതമായ ഒരു കാര്യമാണ്, രഹസ്യമായ ഒരു കാര്യമാണ്. ഖുൽ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല, വിജ്ഞാനത്തിൽ നിന്ന് അല്പം മാത്രമേ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ. ആ രൂപത്തിൽ റൂഹിനെ സംബന്ധിച്ചുള്ള അവരുടെ ചോദ്യത്തെയും വേറെ ഒരു രീതിയിൽ പരിശുദ്ധ ഖുർആൻ അഭിമുഖീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടങ്ങളിലെല്ലാം അവർ നിന്നോട് ചോദിക്കുന്നു എന്നും ആ ചോദ്യത്തിന് ഇന്നതാണ് മറുപടി എന്നുമൊക്കെയുള്ള രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദിവ്യബോധനം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുകയും അവർ എന്തൊന്നാണോ ലക്ഷ്യം വെച്ചുകൊണ്ടുവന്നത്, പ്രവാചകനെ തോൽപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ പരാജയപ്പെടുത്തണം എന്ന അവരുടെ ഗൂഢമായ ഉദ്ദേശത്തിലൊക്കെ വമ്പിച്ച പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ട് പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെയുള്ള എല്ലാ അടവുകളും പരാജയപ്പെടുമ്പോൾ പിന്നീട് സ്വാഭാവികമായിട്ടും അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതി അവരുടെ അക്രമങ്ങളും അവരുടെ ആ രൂപത്തിലുള്ള എതിർപ്പുകളുമൊക്കെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഇത് തന്നെയാണ് അവർ മക്കയിലെ ഈ മുശ്രിക്കുകളും സ്വീകരിച്ചത് എന്ന് നമുക്ക് കാണാം. ഈ പ്രവാചകത്വത്തിന്റെ നുബുവത്തിന്റെ 5-ാം വർഷവും 6-ാം വർഷവും ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ രൂപത്തിൽ ശത്രുതയും അക്രമങ്ങളും മർദ്ദനങ്ങളുമൊക്കെ വളരെയേറെ കൂടുതൽ ശക്തിപ്പെടുകയും അതിന്റെ ഫലമായിക്കൊണ്ട് ബഹിഷ്കരണത്തിന്റെയും നിസ്സഹകരണത്തിന്റെയും ഒക്കെ തീരുമാനങ്ങൾ എടുക്കുകയും ആ നിസ്സഹകരണത്തിനുള്ള കരാറുകളൊക്കെ എഴുതി കഅബയിൽ കെട്ടിത്തൂക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. മുസ്ലിമീങ്ങളുമായി ഒരു നിലക്കുള്ള ബന്ധങ്ങളും പാടില്ല, അവർക്ക് യാതൊരു സഹായവും ചെയ്തു കൊടുക്കരുത്. ഈ രൂപത്തിൽ വമ്പിച്ച തോതിലുള്ള നിസ്സഹകരണം ഏർപ്പെടുത്തിക്കൊണ്ടും ഒറ്റപ്പെടുത്തിക്കൊണ്ടും എല്ലാ കാര്യങ്ങളും ബഹിഷ്കരിച്ചുകൊണ്ടും അവരുമായി കച്ചവടം ചെയ്യാൻ പാടില്ല, ആഹാരപദാർത്ഥങ്ങൾ വിൽക്കാൻ പാടില്ല, ഭക്ഷണ സാധനങ്ങൾ അവരുമായി ഷെയർ ചെയ്യാൻ പാടില്ല. ഈ രൂപത്തിലൊക്കെയുള്ള പീഡനങ്ങളും ഉപദ്രവങ്ങളുമാണ് പിന്നീട് ശക്തിയായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ സാഹചര്യത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
തന്റെ അനുയായികളായ ചില ആളുകളെ വിളിച്ചുകൊണ്ട് പറയുന്നത്, നിങ്ങൾക്ക് സമീപ പ്രദേശത്തെ ഒരു നീതിമാനായ ഒരു രാജാവും അയാളുടെ ഭരണത്തിന് കീഴിലുള്ള ഒരു പ്രദേശവുമുണ്ട്. ആ പ്രദേശത്തേക്ക് നിങ്ങൾ പലായനം ചെയ്യുകയും അവിടെ പോയി നിങ്ങളുടെ വിശ്വാസവും അതുപോലെ തന്നെ നിങ്ങളുടെ മതപരമായ ചുമതലകളുമൊക്കെ സ്വതന്ത്രമായി നിർവഹിക്കുകയും ചെയ്യാൻ സൗകര്യമുള്ള അന്തരീക്ഷമുണ്ട്. ആ പ്രദേശത്തേക്ക് നിങ്ങൾക്ക് ഹിജ്റ പോകാവുന്നതാണ്, അല്ലെങ്കിൽ പോകുന്നതാണ് നല്ലത് എന്ന രൂപത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളെ ഉപദേശിക്കുന്നത് ഈ ഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഹിജ്റ 5-ാം വർഷം റജബ് മാസത്തിലാണ് ഇങ്ങനെയുള്ള ഒരു നിർദ്ദേശം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളോട് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ലൗ ഖറജ്തും ഇലാ അർളിൽ ഹബശ, നിങ്ങൾ അബിസീനിയയിലേക്ക് പോവുകയാണെങ്കിൽ അതായിരിക്കും ഉത്തമം. അബിസീനിയ എന്ന് പറയുന്ന എത്യോപ്യ എന്നുള്ള പേരിൽ ഇന്നറിയപ്പെടുന്ന ആ പ്രദേശങ്ങളുടെ എല്ലാം തന്നെ കൂടിയ ഒരു പേരായിരുന്നു അന്നത്തെ കാലത്ത് ഹബിഷ എന്ന് പറയുന്നത്. വളരെ അറേബ്യയുമായി തൊട്ടുകിടക്കുന്ന ഒരു പ്രദേശമാണ്. ആ പല രൂപത്തിലും അവർ തമ്മിൽ കച്ചവട ബന്ധങ്ങളും അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വരവും പോക്കുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതേ അവസരത്തിൽ ഖുറൈശികളുടെയോ മറ്റോ സ്വാധീന വലയത്തിൽ പെടാത്ത തരത്തിലുള്ള ആ നജാഷി രാജാവിന്റെ കീഴിലും അദ്ദേഹത്തിന്റെ ഭരണത്തിലും കഴിഞ്ഞുകൂടുന്ന ഒരു പ്രദേശമായിരുന്നു അബിസീനിയ എന്ന് പറയുന്ന, ഇന്ന് എത്യോപ്യ എന്ന് വിളിക്കുന്ന ആ പ്രദേശം. അവിടെ നിങ്ങൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഫഇന്ന ബിഹാ മലിക്കൻ ലാ യുളമു ഇൻദഹു അഹദ്, അവിടെ ഒരു രാജാവുണ്ട്. ആ രാജാവിന്റെ അടുത്ത് ആരും തന്നെ ഉപദ്രവിക്കപ്പെടുകയില്ല. വഹിയ അർളു സിദ്ഖിൻ ഹത്താ യജഅലല്ലാഹു ലക്കും മഖ്റജൻ മിമ്മാ അൻതും ഫീഹി, അവിടെ അത് നല്ല ഒരു പ്രദേശമാണ്. അവിടെ നിങ്ങൾ പോയി അവിടെ കഴിച്ചുകൂട്ടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അവസ്ഥയും ഇന്നത്തെ ഈ സാഹചര്യവും ഒക്കെ മാറി നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നത് വരെ നിങ്ങൾ അവിടെ പോയി കഴിയുക എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളോട് നിർദ്ദേശിക്കുന്നത് നമുക്ക് ഈ ഘട്ടത്തിലാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ആ ഹിജ്റ 5-ാം വർഷം 10 പുരുഷന്മാരും 4 സ്ത്രീകളും അടങ്ങുന്ന ഒരു ചെറിയ സംഘമാണ് ഈ അബിസീനിയയിലേക്ക് പോയത്. ആ കൂട്ടത്തിൽ 10 പുരുഷന്മാരും ഉണ്ടായിരുന്നു, 4 സ്ത്രീകളും ഉണ്ടായിരുന്നു. പക്ഷെ ഈ സംഭവത്തെ സംബന്ധിച്ച് വിലയിരുത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ കേവലം ഒരു രക്ഷ തേടിക്കൊണ്ടുള്ള ഒരു സുരക്ഷിതത്വം അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു പോക്കായിരുന്നില്ല അത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ അക്രമങ്ങളും മർദ്ദനങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ആ അക്രമമർദ്ദനങ്ങളിൽ നിന്നുള്ള ഒരു മോചനം എന്നുള്ള രൂപത്തിലായിരുന്നില്ല ഈ ആളുകളെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുത്ത് ആ പ്രദേശത്തേക്ക് അയച്ചത് എന്ന് നമുക്ക് കാണാം. വേറെയും ചില മഹത്തായ ലക്ഷ്യങ്ങൾ അതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാം. കേവലം സുരക്ഷയായിരുന്നു ഉദ്ദേശമെങ്കിൽ ഈ ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സുരക്ഷിതത്വം അവിടെ കിട്ടട്ടെ എന്ന നിലയ്ക്ക് ഇവിടത്തെ ഈ പ്രയാസകരമായ സാഹചര്യം അത് ഇല്ലാതെയാക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശമെങ്കിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യേണ്ടിയിരുന്നത് മക്കയിലെ ഏറ്റവും കൂടുതലായി പീഡിപ്പിക്കപ്പെടുകയും ഏറ്റവും കൂടുതൽ അവശരായി കഴിയുകയും ചെയ്യുന്ന ആളുകളെ അവരെ ആയിരുന്നു യഥാർത്ഥത്തിൽ ഈ അബിസീനിയയിലേക്ക് പറഞ്ഞയക്കേണ്ടിയിരുന്നത്. പക്ഷേ അബിസീനിയയിലേക്ക് പോയ ഈ 10 അതുപോലെ തന്നെ 10 പുരുഷന്മാരും 4 സ്ത്രീകളുമാകുന്ന ആ വിഭാഗത്തെ ആദ്യമായി പോയ ഈ കൂട്ടരെ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ സമൂഹത്തിലെ അങ്ങേറ്റം പ്രയാസപ്പെടുന്നവരോ അങ്ങേറ്റം പീഡിപ്പിക്കപ്പെടുന്നവരോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനോ പിന്തുണക്കാനോ ആരുമോരും ഇല്ലാത്തവരോ ഒരു ഗോത്രത്തിന്റെയോ കുടുംബത്തിന്റെയോ ഒന്നും ഒരു പിന്തുണ ഇല്ലാത്തവരോ ആയ ആളുകളായിരുന്നില്ല അബിസീനിയയിലേക്ക് പോയവർ. ആ കൂട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ അബൂ താലിബിന്റെ മകൻ ജാഫറാണ് ആ കൂട്ടത്തിലുള്ള ഒരാൾ. വേറെ ഒരാൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ പോലെയുള്ള ആളാണ് രണ്ടാമത്തെ ആൾ. അതുപോലെ തന്നെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ റുഖിയ്യയാണ്. അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ കൂടിയാണ് റുഖിയ്യ എന്ന് പറയുന്ന റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ. ഇവരാണ് ഒന്ന്. അപ്പൊ അതുപോലെ സമൂഹത്തിലെ വേണ്ടപ്പെട്ടവരും അതുപോലെ തന്നെ ഗോത്രങ്ങളുടെ ഒക്കെ സപ്പോർട്ടും പിന്തുണയും ഉള്ളവരും ആയ ആളുകളെ തന്നെയാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അബിസീനിയയിലേക്ക് പറഞ്ഞയച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അവിടെയാണ് പ്രബോധനത്തിന്റെ ഏറ്റവും വളരെ പ്രധാനമായ ഒരു ലക്ഷ്യം കൂടി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതായത് ഈ ആളുകൾ അവിടെ കേവലം അഭയം തേടി പോകുന്നവരല്ല, നേരെ മറിച്ച് അവിടെ ഒരു പ്രവർത്തന കേന്ദ്രം വികസിപ്പിച്ചെടുക്കാൻ പര്യാപ്തമായ രീതിയിലുള്ള
അതിന് പറ്റുന്ന നേതൃത്വം വഹിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള നേതൃശേഷിയുള്ള ആളുകളെ ആണ് പ്രത്യേകിച്ചും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുത്തുകൊണ്ട് അബിസീനിയയിലേക്ക് അയച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് പിന്നീടുള്ള സംഭവങ്ങളിൽ നിന്ന് നമുക്കത് ബോധ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അവരവിടെ നിർവഹിക്കുന്ന ദൗത്യവും അവിടെ ഏത് രൂപത്തിലാണ് ആളുകളുമായിട്ട് അവരിടപെടുന്നത് എന്നും അതുപോലെ തന്നെ പിന്നീട് ഉണ്ടാകുന്ന സംഭവങ്ങളെ എങ്ങനെയാണ് അവർ അഭിമുഖീകരിക്കുന്നത് എന്നുമൊക്കെ ആലോചിച്ചാൽ ഈ ആളുകൾ കേവലം കഴിവുകെട്ടവരോ അല്ലെങ്കിൽ സാധാരണ അറേബ്യയിൽ മക്കയിൽ പീഡിപ്പിക്കപ്പെട്ട അവശരായ വിഭാഗത്തിൽപ്പെട്ടവരോ ആയിരുന്നില്ല എന്നും നേരെ മറിച്ച് വളരെ പ്രബോധനപരമായ ലക്ഷ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ചില കാര്യങ്ങൾ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ആ അജണ്ടയിൽ ഉണ്ടായിരുന്നു എന്നും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ അത് മാത്രമല്ല റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആളുകളെ അവിടെ നിന്ന് പിന്നീട് തിരിച്ചു വിളിക്കുന്നത് ഖൈബറിന്റെ വിജയത്തിന്റെ ഒക്കെ ശേഷമാണ്. ഏകദേശം 5 കൊല്ലങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ പോയ ആളുകളെ മുഴുവൻ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് തിരിച്ചു വിളിക്കുന്നത്. അപ്പോഴേക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി അവിടെ ഒരു സമൂഹത്തിന് നേതൃത്വം വഹിക്കുകയും മാത്രമല്ല അവിടെ ബദർ യുദ്ധം, ഉഹദ് യുദ്ധം, ഖന്തഖ് യുദ്ധം പോലെയുള്ള പല യുദ്ധങ്ങളും കഴിയുകയും ആ അത്രയും സാഹചര്യങ്ങളും സന്നാഹങ്ങളും ഒക്കെ കഴിഞ്ഞ് പിന്നീട് ഖൈബർ എന്ന് പറയുന്ന പ്രദേശം മുസ്ലിമീങ്ങളുടെ കീഴിൽ വരികയും അവർ അത് വിജയിച്ചടക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ തിരിച്ചു വിളിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത്രയും ദീർഘമായ കാലയളവിൽ ഒരു മുഖ്യമായ ഒരു ദൗത്യം ഏൽപ്പിച്ചുകൊണ്ട് ആ ദൗത്യത്തിന്റെ നിർവഹണം കൂടി ഇവരെ ഏൽപ്പിച്ചതായി നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ ബോധ്യപ്പെടുന്നതാണ്. അപ്പൊ അങ്ങനെയാണ് ഈ ആളുകൾ ആദ്യമായി ഈ അബിസീനിയയിലേക്ക് പോയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അവരെ ചെന്ന് ഈ നജാശി രാജാവിനെ സംബന്ധിച്ചിടത്തോളം വളരെ നീതിമാനായ പൂർണ്ണമായ അഭിപ്രായ സ്വാതന്ത്ര്യവും പൂർണ്ണമായ വിശ്വാസ സ്വാതന്ത്ര്യവും അനുവദിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് ഒരു അല്ലലും അലട്ടും ഇല്ലാതെ കണ്ട് അവർ അവിടെ ജീവിച്ചുകൊണ്ടിരുന്നു. ആദ്യമായി പോയ ഈ 14 ആളുകൾ അവർ 2-3 മാസം കഴിഞ്ഞപ്പോൾ മക്കയിലെ സാഹചര്യങ്ങളൊക്കെ മാറി എന്നവർക്ക് തോന്നുകയുണ്ടായി. പ്രത്യേകിച്ചും അതിനിടയിലാണ് ഹംസ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് വന്നത്. അവരുടെ ഇസ്ലാമിന്റെ സ്വീകരണം യഥാർത്ഥത്തിൽ തന്നെ മുസ്ലിമീങ്ങളുടെ മനസ്സിൽ അങ്ങേയറ്റത്തെ ഒരു കുളിർമ പരത്തുകയും അവർക്ക് ഒരു ധൈര്യം കൈവരാൻ അത് കാരണമായി തീരുകയും ചെയ്തു. കാരണം ഹംസ എന്ന് പറയുന്നത് പുലിയാണ്. അതുപോലെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ഇബ്ലീസ് പോലും ഭയപ്പെട്ടുകൊണ്ട് പോകുന്ന വ്യക്തി എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പുകഴ്ത്തിയിട്ടുണ്ട്. അങ്ങനെ ധീരതയുടെയും അതുപോലെ തന്നെ തന്റേടത്തിന്റെയും അതുപോലെ ഏത് തരത്തിലുള്ള എതിർപ്പുകളെയും നേരിടുന്നതിന്റെയും ഒക്കെ ഏറ്റവും ഉത്തമമായ ഉദാഹരണങ്ങളാണ് ഈ 2 വ്യക്തിത്വങ്ങളും. അവർ ഇസ്ലാമിലേക്ക് വന്നതോടുകൂടി മുസ്ലിമീങ്ങൾക്ക് ഒരു ധൈര്യം ഉണ്ടാവുകയും കഅബയുടെ പരിസരത്തൊക്കെ വെച്ച് പരസ്യമായി നിസ്കരിക്കാൻ വേണ്ടി പിന്നീട് അവർക്ക് ധൈര്യം വരികയും അതുപോലെ ദാറുൽ അർഖം എന്ന് പറയുന്ന ആ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തുമൊക്കെ ഒളിച്ചിരുന്ന ആ സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ അവസ്ഥാവിശേഷങ്ങളൊക്കെ ഒന്ന് മാറിയെന്നും അതുപോലെ ഞങ്ങൾക്കിനി തിരിച്ചു പോയാൽ വലിയ പ്രയാസമൊന്നും ഉണ്ടാവുകയില്ല, ഖുറൈശികൾ അവരുടെ നിലപാടുകളിലൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നൊക്കെയുള്ള ഒരു തോന്നൽ ഈ അബിസീനിയയിലേക്ക് പോയ ആദ്യത്തെ 14 ആളുകൾക്കുണ്ടായി. അങ്ങനെ അവർ തിരിച്ചു വരികയാണ്. പ്രത്യേകിച്ച് നാടും വീടുമെല്ലാം തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഇസ്ലാമിലെ ആ ആദ്യകാല പ്രവർത്തകന്മാരെയും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അന്യനാട്ടിൽ പോയിക്കൊണ്ട് ജീവിക്കുമ്പോൾ സ്വാഭാവികമായും അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ നാട്ടിലേക്ക് മടങ്ങാനുള്ള ത്വരയും ഈ സാഹചര്യങ്ങളിലൊക്കെ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ള ഒരു ധാരണയും അവർക്ക് കിട്ടുന്ന സൂക്ഷ്മമല്ലാത്ത വിവരങ്ങളിലൂടെ അവർ വായിച്ചെടുത്ത ചില സംഭവങ്ങളുമൊക്കെ അവരെ തിരിച്ചു വരാൻ പ്രേരിപ്പിക്കുകയുണ്ടായി. പക്ഷേ മക്കയിൽ വന്ന് അവരെ പിന്നീട് സാഹചര്യങ്ങളെ നേരിട്ടപ്പോഴാണ് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കേട്ട പോലെയൊന്നുമല്ല അവസ്ഥ. ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം അവര് വളരെ ശക്തിയായ രീതിയിൽ തന്നെ ഇസ്ലാമിനെ പ്രതിരോധിക്കുവാനും മുസ്ലിമീങ്ങളെ ദ്രോഹിക്കുവാനും ബുദ്ധിമുട്ടിക്കുവാനും ഒക്കെയുള്ള ആ നിലപാടുകൾ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്നും അതുകൊണ്ട് ഇവിടെ പഴയ സാഹചര്യത്തിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല എന്നും അവർക്ക് ബോധ്യപ്പെടുകയും പിന്നീട് രണ്ടാമത്തെ ഒരു വിഭാഗത്തെയും കൂടി കൂട്ടി കൂടുതൽ ആളുകളെ കൂട്ടി അവരെ വീണ്ടും തന്നെ അബിസീനിയയിലേക്ക് തിരിച്ചു പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രണ്ടാമതായി അബിസീനിയയിലേക്ക് പോയ ഈ കൂട്ടത്തിൽ 83 പുരുഷന്മാരും 18 സ്ത്രീകളും ഉണ്ടായിരുന്നു
എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പോൾ അതിനേക്കാളും വലിയ ഒരു സംഘം, ആ സംഘമാണ് ആദ്യം പോയവരെക്കാളും വലിയ ഒരു സംഘം. അവിടെ പോയാൽ കുറച്ച് അതുപോലെ തന്നെ സുരക്ഷിതത്വവും അതേപോലെ തന്നെ കൂടുതൽ അനുകൂലമായ സാഹചര്യങ്ങളും ദീനിന് വേണ്ടി ഉപകാരപ്പെടുന്ന ചില പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള സൗകര്യവുമൊക്കെ ഉണ്ട് എന്ന് അതിൽ നിന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇത്രയും ആളുകൾ രണ്ടാമതായി അബിസീനിയയിലേക്ക് പോയത്. ഇത്രയും വലിയ ഒരാള് വിഭാഗം മക്കയിൽ നിന്ന് അബിസീനിയയിലേക്ക് പോയിട്ടുണ്ട് എന്നും അവരവിടെ സുരക്ഷിതരായി കഴിയുന്നുണ്ട് എന്നും ഖുറൈശികൾ മനസ്സിലാക്കിയപ്പോൾ ഇതിനെ എങ്ങനെ തടസ്സപ്പെടുത്താൻ സാധിക്കും എന്നായി അവരുടെ ചിന്ത. അപ്പോൾ ആ ചരിത്രം നമുക്ക് സുപരിചിതമാണ്. അങ്ങനെ അംറു ബിൻ ആസിന്റെയും അതുപോലെ തന്നെ അബ്ദുല്ലാഹി ബിൻ റബിയ എന്ന് പറയുന്ന മറ്റൊരു നേതാവിന്റെയും കീഴിലായിക്കൊണ്ട് അവർ രണ്ടുപേരെയും ഖുറൈശികൾ ഈ നജാശി രാജാവിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ്. പറഞ്ഞയക്കുമ്പോൾ അവർക്ക് നൽകുന്ന നിർദ്ദേശം, നല്ല വിലപിടിപ്പുള്ള വലിയ പാരിതോഷികങ്ങളുമായിട്ട് നിങ്ങൾ പോവേണ്ടതുണ്ട്. അങ്ങനെ പാരിതോഷികങ്ങളുമായി പോയി ആദ്യമായി രാജാവിനെ കാണുന്നതിന് മുമ്പായി നിങ്ങൾ അവിടുത്തെ മതപുരോഹിതന്മാരെയും മതപണ്ഡിതന്മാരെയും ഒക്കെ കണ്ട് അവർക്ക് എല്ലാ പാരിതോഷികങ്ങളും കൊടുത്ത് അവരെ നിങ്ങൾ ആദ്യമായി വശപ്പെടുത്തേണ്ടതുണ്ട്. അംറു ബിൻ ആസ് എന്ന് പറഞ്ഞാൽ അറബികൾക്കിടയിൽ ദാഹിയത്തുൽ അറബ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ആളാണ്. അറബികളിലെ ഏറ്റവും തന്ത്രശാലിയായ വ്യക്തിയാണ് അംറു ബിൻ ആസ്. അങ്ങനെ ഈ രൂപത്തിൽ ആദ്യമായി രാജാവിന്റെ പുരോഹിത വൃത്തങ്ങളെയൊക്കെ മുഴുവനായി കയ്യിലെടുത്തതിന് ശേഷം നിങ്ങൾ വന്ന ആവശ്യങ്ങൾ രാജാവിന്റെ മുന്നിൽ ഉന്നയിക്കുമ്പോൾ ഇവരുടെ കൂടി സപ്പോർട്ട് നിങ്ങൾ നേടിയെടുക്കുകയും അങ്ങനെ അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം എന്നുള്ള നിർദ്ദേശമാണ് ഇവർക്ക് നൽകപ്പെട്ടിരുന്നത്. അത് നടപ്പാക്കാൻ വേണ്ടിയാണ് അംറു ബിൻ ആസും അതുപോലെ തന്നെ അബ്ദുല്ലാഹി ബിൻ അബീ റബിയയും പുറപ്പെടുകയും ചെയ്യുന്നത്. അവർ ഈ പറഞ്ഞ മാതിരി തന്നെ എല്ലാ പാരിതോഷികങ്ങളുമായിട്ട് ഈ മതപുരോഹിതന്മാരെയൊക്കെ കണ്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുഴപ്പക്കാരായ കുറെ ആളുകൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, അവർ അവിടെ ഫിത്ന ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ്, അവരുടെ വിശ്വാസങ്ങളെയും അതുപോലെ തന്നെ അവരുടെ പാരമ്പര്യമായിട്ടുള്ള അവരുടെ ആചാരങ്ങളെയും ഒക്കെ ചോദ്യം ചെയ്തുകൊണ്ട് പുതിയ ചില മതങ്ങളുമായി വന്നവരാണ്. അവരുടെ നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ അവരെ വെറുക്കുന്നു. ഇവിടെ വന്നാലും അവർ കുഴപ്പങ്ങളും ഫസാദുകളും ഒക്കെ ഉണ്ടാക്കും. അവരുടെ മാതാപിതാക്കന്മാരും രക്ഷിതാക്കളും പറഞ്ഞയച്ചതാണ് ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് നിങ്ങൾ അനുകൂലമായിട്ട് രാജാവിന്റെ അടുത്ത് കാര്യങ്ങൾ പറയുകയും അവതരിപ്പിക്കുകയും ചെയ്യണം എന്നുള്ള രൂപത്തിൽ ഈ ആളുകളെല്ലാം ഇവരെല്ലാം തന്നെ ശട്ടം കെട്ടിയിട്ടാണ് അംറു ബിൻ ആസ് രാജാവിനെ പോയി കണ്ടത്. അങ്ങനെ രാജാവിനും പാരിതോഷികങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം വിഷയങ്ങൾ അവതരിപ്പിക്കുകയും ഇവരെ തിരിച്ചു കിട്ടണം എന്നുള്ള രൂപത്തിൽ അവർ സംസാരിക്കുകയും അതിന് ഈ കൂടെയുണ്ടായിരുന്ന ഭാദരിമാരും പണ്ഡിതന്മാരും ഒക്കെ അങ്ങനെ തന്നെയാണ് വേണ്ടത്, അവരിവിടെ നിന്നാൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കും, ഫസാദ് ഉണ്ടാക്കും എന്നുള്ള രീതിയിൽ രാജാവിനെ അതിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ അതെല്ലാം തന്നെ കഴിഞ്ഞപ്പോൾ രാജാവ് വളരെ നീതിമാനാണ് എന്നും അദ്ദേഹത്തിന്റെ അക്രമം പ്രവർത്തിക്കുകയില്ല എന്നും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. നജാശി രാജാവ് ഇവർക്കെന്ത് പറയാനുണ്ട് എന്നുകൂടി കേൾക്കുവാനും അങ്ങനെ ആ രൂപത്തിൽ അവർക്ക് ഈ പറയുന്നതൊക്കെ ശരിയാണോ എന്ന് അന്വേഷിച്ചറിയുവാനും അദ്ദേഹം തീരുമാനിക്കുകയും ഈ വിഭാഗത്തിന്റെ തലവനായ ജാഫർ ബിൻ അബീ ത്വാലിബിനെ വിളിച്ചുകൊണ്ട് ഈ സംഗതികളെ സംബന്ധിച്ച് അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തു. ജാഫർ ബിൻ അബീ ത്വാലിബ് രാജാവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് ഭയപ്പാടുണ്ടായിരുന്നു. ഞങ്ങളുടെ യഥാർത്ഥ ചിത്രവും അതുപോലെ ദീനിന്റെ കാര്യങ്ങളും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സത്യാവസ്ഥയും ഒക്കെ പറയുന്നതാണോ ഗുണം, പറയാതിരിക്കുന്നതാണോ ഗുണം, എന്താണ് സംഭവിക്കുക എന്ന് നിശ്ചയമില്ല. ഏതായിരുന്നാലും ജാഫർ തീരുമാനിച്ചു സത്യം പറയുക തന്നെ, അള്ളാഹുവിന്റെ ദീനിന്റെ നിലപാട് ഇന്നതാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പറയുക തന്നെ എന്നുള്ള രൂപത്തിൽ അദ്ദേഹം രാജാവിനോട് പറഞ്ഞു, അയ്യുഹൽ മലിക്, അല്ലയോ രാജാവേ, കുന്ന ഖൗമൻ അഹ്ല ജാഹിലിയ, ഞങ്ങൾ ഒരു വിവരവുമില്ലാത്ത ജാഹിലിയക്കാരായ ആളുകളായിരുന്നു. ഞങ്ങൾ ബിംബങ്ങളെ ആരാധിക്കുകയും ഞങ്ങൾ ശവം തിന്നുകയും ചെയ്യുന്നവരായിരുന്നു. ഞങ്ങൾ മ്ലേച്ഛമായ മലിനമായ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നവരായിരുന്നു. കുടുംബ ബന്ധങ്ങളെ എല്ലാം തന്നെ മുറിച്ചു കളയുകയും അതുപോലെ തന്നെ അയൽവാസികളെ ദ്രോഹിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ശക്തന്മാരായ ആളുകൾ ദുർബലരായ ആളുകളെ തിന്നുന്ന, അവരെ ദ്രോഹിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉള്ള അവസ്ഥയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല
ഞങ്ങൾക്ക് ഒരു പ്രവാചകനെ അയച്ചു തന്നത്. ആ പ്രവാചകൻ വന്നുകൊണ്ട് ഞങ്ങളെ ഏകദൈവത്വത്തിലേക്ക് ക്ഷണിക്കുകയും അയൽവാസികളോടും അതുപോലെ കുടുംബത്തോടുമൊക്കെ മര്യാദകൾ പാലിക്കാൻ വേണ്ടി പറയുകയും മ്ലേച്ഛവും മലിനവുമായ കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കാൻ വേണ്ടി ഉപദേശിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഞങ്ങൾക്ക് പരിചയമുണ്ട്. അദ്ദേഹത്തിന്റെ സ്വഭാവവും സംസ്കാരവും ഞങ്ങൾക്കറിയാം. അദ്ദേഹത്തിന്റെ ജീവിത വിശുദ്ധി ഞങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യമുള്ള കാര്യമാണ്. അദ്ദേഹം ഞങ്ങളെ ഈ തൗഹീദിലേക്ക് ക്ഷണിക്കുകയും നമസ്കരിക്കാനും സക്കാത്ത് കൊടുക്കാനും നോമ്പ് അനുഷ്ഠിക്കാനും വേണ്ടി നിർദ്ദേശിക്കുകയും ചെയ്തു. ഞങ്ങൾ അത് സ്വീകരിച്ചുകൊണ്ട് ഈ രൂപത്തിലുള്ള ഒരു സംശുദ്ധമായ ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രൂപത്തിൽ ഇസ്ലാമിന്റേതായ ആ പ്രബോധനം വളരെ സംക്ഷിപ്തമായി ജാഫർ ഇബ്നു അബീ താലിബ് രാജാവിന്റെ മുന്നിൽ സമർപ്പിക്കുന്നു. രാജാവ് ഇതെല്ലാം തന്നെ വളരെ ശ്രദ്ധയോടുകൂടി കേട്ടതിന് ശേഷം, നിങ്ങൾക്ക് ഈ പ്രവാചകൻ നൽകിയ ദൈവിക സന്ദേശങ്ങൾ വല്ലതും നിങ്ങളുടെ കയ്യിലുണ്ടോ, ദൈവവചനങ്ങൾ വല്ലതും കേൾപ്പിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആവശ്യപ്പെട്ടപ്പോൾ ജാഫർ ഇബ്നു അബീ താലിബ് സൂറത്തുൽ മറിയം കാഫ് ഹായ ഐൻ സ്വാദ് എന്നുള്ള സൂറത്ത് അദ്ദേഹത്തെ ഓതി കേൾപ്പിക്കുകയും ചെയ്യും. അത് കേട്ടപാടെ രാജാവിന്റെ ഭാവങ്ങൾ ഉടനെ തന്നെ മാറുകയും ഇത് തീർച്ചയായും മൂസാ നബി അലൈഹിസ്സലാമക്ക് ലഭിച്ച അതേ സ്രോതസ്സിൽ നിന്ന് ലഭിക്കുന്ന അതേ വാർത്തകൾ തന്നെയാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി പ്രഖ്യാപിക്കുകയും ഒരിക്കലും തന്നെ ഞാൻ നിങ്ങളെ ഇവർക്ക് വിട്ടുകൊടുക്കുകയില്ല, സ്വതന്ത്രമായി നിങ്ങൾ ഈ രാജ്യത്ത് പ്രവർത്തിച്ചുകൊള്ളുക, നിങ്ങളെ ആക്രമിക്കാനും ദ്രോഹിക്കാനും ആരെയും ഞാൻ സമ്മതിക്കുകയില്ല എന്ന ഒരു നിലപാട് രാജാവ് സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ എളിഭ്യരായി അല്ലെങ്കിൽ പരാജയപ്പെട്ടുകൊണ്ട് അംർ ഇബ്നുൽ ആസിയും മറ്റുമൊക്കെ ആ സന്ദർഭത്തിൽ തിരിച്ചുപോയെങ്കിലും അംറിന് പിന്നെ വേറെ ഒരു സൂത്രം തോന്നുകയുണ്ടായി. അഥവാ രാജാവിന്റെ വിശ്വാസം, അയാൾ ക്രൈസ്തവ മതവിശ്വാസിയാണല്ലോ, ഈസാ നബി അലൈഹിസ്സലാമയെ സംബന്ധിച്ചിടത്തോളം ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നതാണ് രാജാവിന്റെ വിശ്വാസം. അതുകൊണ്ട് ഈസാ നബിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു മനുഷ്യനാണ് എന്നും ഒരു അബ്ദാണ് എന്നും അള്ളാഹുവിന്റെ ദാസനാണ് എന്നുമാണ് ഇവർ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞാൽ രാജാവ് ചൂടാവുകയും അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ ഞങ്ങൾക്ക് വിട്ടുകിട്ടുകയും ചെയ്യും എന്നൊരു തന്ത്രം അദ്ദേഹത്തിന് തോന്നുകയുണ്ടായി. പിറ്റേ ദിവസം പോയിട്ട് അദ്ദേഹം രാജാവിന്റെ മുന്നിൽ ഈ കാര്യങ്ങൾ പറയുന്നപ്പോൾ രാജാവ് വീണ്ടും തന്നെ ഇവരെ വിളിച്ച് എന്താണ് ഈസയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ വിശ്വാസം എന്ന് ചോദിക്കുന്നു. ഈസാ നബി അലൈഹി സ്വലാമയെ സംബന്ധിച്ചുള്ള ആ വിശ്വാസം അത് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മറിയമിൽ പറഞ്ഞ അതേ ആയത്തുകൾ വദ്കുർ ഫിൽ കിതാബി മറിയം എന്ന് പറയുന്ന ആ ഭാഗത്ത് ഈസാ നബി അലൈഹി സ്വലാമയെ സംബന്ധിച്ചുള്ള വിശദീകരണം രാജാവിന്റെ മുന്നിൽ സമർപ്പിക്കുമ്പോൾ രാജാവ് അതിനെ പൂർണ്ണമായി തന്നെ ശരിവെക്കുകയും ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ സത്യമെന്നും ഈ സത്യത്തിൽ നിന്ന് ഒരിക്കലും തന്നെ വ്യതിചലിക്കാൻ ആർക്കും അവകാശമില്ല എന്നുള്ള രൂപത്തിൽ അദ്ദേഹം അത് അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ തന്ത്രവും പരാജയപ്പെട്ടുകൊണ്ട് ഇവരുടെ പാരിതോഷികങ്ങളെല്ലാം തന്നെ തിരിച്ചു കൊടുത്തുകൊണ്ട് അവരെ തിരിച്ചയക്കുകയും ചെയ്യുന്ന ആ രൂപമാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേ അവസരത്തിൽ മുസ്ലിമീങ്ങളെ അദ്ദേഹം ആദരിക്കുകയും ബഹുമാനിക്കുകയും അദ്ദേഹം യഥാർത്ഥത്തിൽ മുസ്ലിമായി തീരുകയും ചെയ്തു എന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് നമുക്ക് ബോധ്യം വരും. പക്ഷെ തന്റെ ഇസ്ലാം നിലവിലുള്ള സാഹചര്യത്തിൽ വെളിപ്പെടുത്തുന്നത് ഗുണകരമല്ല എന്ന് നജാഷി രാജാവ് കരുതിയതിന്റെ അടിസ്ഥാനത്തിൽ അത് മറച്ചുവെക്കുകയാണ് ചെയ്തത്. പക്ഷെ അദ്ദേഹം മുസ്ലിമായി തന്നെയാണ് മരണപ്പെട്ടത് എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് അദ്ദേഹം മരിച്ച ദിവസം ഇന്ന് നിങ്ങളുടെ ഒരു സഹോദരൻ മരിച്ചിരിക്കുന്നു, അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ വരുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് സഹാബത്തിനെ കൂട്ടി അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചു എന്നുമൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നു. അപ്പോൾ നജാഷിയെ സംബന്ധിച്ചിടത്തോളം ആ സത്യം അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും മുസ്ലിമീങ്ങൾക്ക് നല്ല ഒരു പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു രൂപത്തിലാണ് അദ്ദേഹത്തിന് അന്ത്യമുണ്ടായത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പായിക്കൊണ്ട് മക്കയിൽ നിന്ന് ഇസ്ലാമിന് പ്രതികൂലമായ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ആ മക്കയിൽ നിന്ന് അഥവാ ഇസ്ലാം നിഷ്കാസിതമാവുകയാണ് എങ്കിൽ പോലും അതിന് സുരക്ഷിതമായ ഒരു താവളം ഉണ്ടാവണം എന്ന ലക്ഷ്യത്തോടുകൂടി തിരഞ്ഞെടുത്ത ഒരു പ്രദേശവും അതിനുവേണ്ടി നിശ്ചയിച്ച ആളുകളുമായിരുന്നു. ഇങ്ങനെ ഇസ്ലാമിന്റെ മാർഗത്തിൽ അതിനെ പൂർണ്ണമായി പ്രയോഗവൽക്കരിക്കുക എന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ ആസൂത്രിതമായ നീക്കത്തിന്റെ ഒരു ഭാഗമായിരുന്നു ഈ അബിസീനിയയിലേക്കുള്ള യാത്ര എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ സംബന്ധിച്ചും അവന്റെ പ്രവാചക ചരിത്രത്തെ സംബന്ധിച്ചുമൊക്കെ പൂർണ്ണമായി മനസ്സിലാക്കാനും അതിൽ നിന്നുള്ള പാഠങ്ങളും അതിൽ നിന്നുള്ള വെളിച്ചവും ഉൾക്കൊള്ളാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.